ഗൈസ് ഇപ്പോൾ ഒരു കുട്ടി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഏട്ടത്തിയുടെ ചേച്ചിയുടെ കല്യാണമാണ് കേട്ടോ, ജനുവരി 19. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ കുറച്ച് സാരി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അമ്മയുടെ സാരിയാണ്. പിന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊറിയർ അയക്കാനുള്ളതാണ്. എൻ്റെ സാരിയാണ്. അത് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ സ്ഥലത്താണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കൊറിയർ ചെയ്ത് വെച്ചതാണ് കേട്ടോ സാരിയൊക്കെ. അപ്പോൾ ഞങ്ങളത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി പോകണം. അമ്മയുടെ സാരിയുടെ ബ്ലൗസ് നമ്മുടെ അടുത്ത് തന്നെയാണ് കൊടുക്കുന്നത്. അവിടെ അമ്മ എപ്പോഴും കൊടുക്കുന്ന സ്ഥലമുണ്ട്, അവിടെ തന്നെയാണ് കേട്ടോ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നത്. അപ്പോൾ സാരി എടുക്കുന്ന പോർഷൻസൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ തൃശ്ശൂർ കൈപ്പറമ്പിലുള്ളൊരു ഷോപ്പിലാണ്, ഇവിടെയാണ് ഞങ്ങൾ ഇപ്പോഴും സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാറ്. പണ്ട് തൊട്ടേ ഞാൻ വിജിയൊക്കെ ഇവിടെ തന്നെയാണ് കൊടുക്കാറ്. പിന്നെ വേറെ സ്ഥലങ്ങളിൽ കൊടുത്തു തുടങ്ങിയത് കേട്ടോ. അപ്പം അമ്മ എപ്പോഴും ഇവിടെ തന്നെ കൊടുക്കണ കാരണം കൊണ്ട് ഇവിടെ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് വിജിയുടെ കല്യാണത്തിൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തില്ലേ, അവിടെയാണ് എൻ്റെ ഇത് കൊടുക്കുന്നത്. അത് ഞാൻ കൊറിയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ നമ്മൾ അളവൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മളിത് ഇറങ്ങി. പിന്നെ നമ്മളിത് വീട്ടിലെത്തിയിട്ടാണ്. അപ്പോൾ ഞാൻ സാരി പർച്ചേസ് ചെയ്യണത് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മ ഞങ്ങൾ സാരി ഒക്കെ കൊടുത്തതിന് ശേഷം അമ്മേനെയും കൊണ്ട് അംഗനവാടി പോയതാണ്. അംഗനവാടി പോയി അമ്മ പറഞ്ഞു ഞാനിന്ന് ശിവുവിനെ കൊണ്ടുവരാൻ പോകാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ അംഗനവാടിയിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശിവു ആണെന്നുണ്ടെങ്കിൽ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് ആകെ എന്തോ പോലെയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ആകെ അതിശയായി. അങ്ങനെ ഞങ്ങൾ അമ്മേനെ അവിടെ കൊണ്ടാക്കി നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. ഞാൻ ന്യൂ ഇയറിനോടനുബന്ധിച്ചെടുത്തൊരു തീരുമാനമല്ലത്. കുറെ നാളെ വിചാരിക്കുന്നു ജിമ്മിൽ പോകണം. പിന്നെ എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ജിമ്മിൽ കയറി ചെന്നാൽ എന്താണ് അവസ്ഥ എന്ന് നമുക്കറിയില്ലല്ലോ. ഞാൻ ഇത്തിരി ഹൈറ്റ് കുറവാണ്, ബോഡിയൊക്കെ സെറ്റാണ്. ഒന്നുകൂടി സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോണത്. എങ്ങടെ പോണതിനാരും പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ജിമ്മിൽ പോവാണ്. ജിമ്മിൽ പോയി തുടങ്ങി. ഇപ്പൊ ന്യൂ ഇയർ ആയ കാരണം കൊണ്ടല്ല പോയി തുടങ്ങിയത്, കുറെ നാളെ ബോഡി സെറ്റ് ആക്കണമെന്നുണ്ട്. അപ്പൊ ഞാനൊരു കൂട്ടുകാരൻ്റെ കൂടെ അവിടെ പോയിട്ടുള്ളത്. ഇന്നലെ പോയത് രണ്ടാമത്തെ ദിവസം അവന് വേറെ എന്തോ പരിപാടിക്കുന്നുണ്ട് പോയി. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് പോകണം. അതല്ല, അവന് ഓൾറെഡി കുറെ നാളായി പോയി തുടങ്ങിയിട്ട്, ഇന്ന് ലീവാണ് അവൻ. അപ്പൊ ഞാൻ പോകണം, ഈ ബോഡിയൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. പിന്നെ കുറെ ദുശീലങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഫാസ്റ്റ് ഫുഡ് അല്ലേ, അങ്ങനെ കുറച്ച് സെറ്റ് ആക്കിയിട്ട് ആർണോൾഡാവും. അങ്ങനെയാവില്ലേ, അത്രയ്ക്കാവണ്ട, ബോഡിയൊക്കെ ഒന്ന് ഇങ്ങനെ സെറ്റ് ആവണം. പിന്നെ കുറെ പേര് പറഞ്ഞു ഹൈറ്റ് കുറഞ്ഞവരൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വ്യായാമമൊക്കെ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ബോഡിയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ സെറ്റ് ആയി കിട്ടും. എവിടെയൊക്കെ കുറച്ച് കൊഴുപ്പൊക്കെ ഉണ്ടാവും, ഫാറ്റൊക്കെ കുറച്ചിട്ട് അങ്ങനെ. അപ്പൊ ഞാൻ 5:30 പോവും. അവിടെ മുണ്ടൂരുള്ള ഗൊറില്ല എന്ന് പറഞ്ഞിട്ടൊരു ജിമ്മിലേക്കാണ് പോണത്. മാറിയൊരു ചേട്ടനാണ് ട്രെയിനറാണ്, കാരണം കുഴപ്പമില്ല. വേറെല്ലാണെങ്കിൽ പെട്ടാനെ. അങ്ങനെ ഞങ്ങൾ നൈറ്റ് എന്ത് വിചാരിച്ചു, നെസ്റ്റോലൊന്ന് പോകാമെന്ന് വിചാരിച്ചു. കാരണം കുട്ടൂന് പറ്റിയത് കിട്ടിയിട്ടില്ല, കുട്ടൂന് നോക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ പോയപ്പോഴേക്കും നറുക്കെടുപ്പ് എന്തോ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശിവനെ കൊണ്ടാണ് അവർ ഇടിപ്പിച്ചത്. അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പോന്നു. പിന്നെ കുട്ടൂന് ഷർട്ടും ജീൻസും, അതായത് ട്രഡീഷണൽ ടൈപ്പ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ റിസപ്ഷനുള്ള ഡ്രസ്സ് എടുത്തിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. റിസപ്ഷന് കുട്ടൂനിടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ്, പിന്നെ ജസ്റ്റ് ഒരു ടീഷർട്ട് എടുത്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു 2-3 ദിവസത്തെ ഇടകലർന്നിട്ടുള്ള ദിവസങ്ങളിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള ഇതാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ചിലതിൽ ഓരോ ഡ്രസ്സിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് തന്നെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് നെസ്റ്റോന്ന് ഇറങ്ങി. നെസ്റ്റോയിൽ നിന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. പിന്നെ നേരെ പോയത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മൾ തൃശ്ശൂർ വടക്കുന്നാഥൻ്റെ അമ്പലത്തിൻ്റെ ആ പരിസരത്തൊക്കെ ഇങ്ങനെ കുറച്ച് നേരം നടക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങിയതാണ്. ഇനി ഞാൻ പറയാൻ പോണത് ഞങ്ങൾ സാരി എടുത്ത കഥയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് സാരി എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ എനിക്കും കൂടി റിസപ്ഷനുള്ള സാരിയും കൂടി എടുത്തിട്ട് വന്നൊരു കഥയാണ് ഗൈസ് ഇത്. അപ്പോൾ അമ്മയ്ക്ക് സാരി എടുക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ കല്യാൺ സാരീസിലേക്കാണ്, തൃശ്ശൂർ കല്യാൺ സാരീസിലേക്കാണ് പോയത്. അങ്ങനെ അമ്മയ്ക്കൊരു ഗ്രീൻ സാരി എടുത്തു. ഇതല്ല കേട്ടോ, വേറെ ഗ്രീൻ സാരിയാണ് എടുത്തത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കണ്ണിൽ ഈ ഒരു സാരി കണ്ട് വേറെ ആൾക്കാർ സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ട് എനിക്ക് ഈ സാരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനത് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ റേറ്റ് വന്ന് 3000 അവിടേക്കാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനാണെങ്കിൽ കുറേ റീൽസൊക്കെ ഇപ്പോൾ ട്രെൻഡാണല്ലോ ഓർഗൻസയുടെ ഇങ്ങനത്തെ ടൈപ്പ് സാരീസ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക്
ഇത് മതി എന്ന് പറഞ്ഞിട്ട് ഇതെടുത്തു. എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ കുട്ടി പറഞ്ഞു ഇത് എടുത്തോ എന്ന് പറഞ്ഞു. ഇനി വേറെ കുറേ നടക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവന് പണിയാണ്, അതവർ നന്നായിട്ടറിയാം. അത് കാരണം കൊണ്ട് പറഞ്ഞു അത് വേഗം എടുത്തോ എന്ന് പറഞ്ഞു. ഇഷ്ടപ്പെട്ടു. വെച്ച് നോക്കിയപ്പോൾ എനിക്ക് നല്ല രസമായിട്ട് തോന്നി. അങ്ങനെ അമ്മയ്ക്കും എനിക്കും ഇവിടുന്ന് തന്നെ സാരി എടുത്തോട്ടെ. എനിക്ക് ഇവിടുന്ന് എടുക്കാമെന്ന് വിചാരിച്ചതല്ല. അപ്പോൾ എന്തായാലും അവിടെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച കളർ കിട്ടിയപ്പോൾ ഇനി ഞാൻ അവിടെ നിന്ന് എടുത്തു. അപ്പോൾ ഈ വോയിസ് ഓവർ എടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയ സൗണ്ടുകൾ കേൾക്കും. വേറെ ഒന്നല്ല, ശിവു ഇങ്ങനെ ഓരോന്ന് വെച്ച് കളിച്ചുകൊണ്ടിരിക്കണം, അതിൻ്റെ സൗണ്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ സാരിയൊക്കെ എടുത്ത് വരുന്ന ഒരു ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ വീഡിയോ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇടുന്നത് കേട്ടോ. ന്യൂ ഇയർ സ്റ്റാർട്ടിങ്ങിലെ ഇട്ടിട്ടുള്ള വീഡിയോ ആണിത്. എടുത്തിട്ടുള്ള ചെറിയ ചെറിയ പോർഷൻസൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ വൈകുന്നേരം കുട്ടൂന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ പോയി. എന്താ വെച്ചാൽ കുട്ടൂന് രാവിലത്തേക്കുള്ള അതായത് രാവിലെ അമ്പലത്തേക്ക് പോകുമ്പോഴുള്ള ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, അതിൽ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അതിന് ശേഷം സിറ്റി സെൻറ്ററിൽ പോയി എനിക്ക് കുറച്ച് റെൻ്റൽ ജ്വല്ലറി നോക്കാനുണ്ടായിരുന്നു കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ട്. അത് അമോഹ ബ്രൈഡൽ റെൻ്റൽ ജ്വല്ലറി എന്ന് പറഞ്ഞിട്ട് സിറ്റി സെൻറ്ററിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നൈറ്റ് ആകുമ്പോഴാണ് നമ്മുടെ ഡോക്ടർ വിളിച്ചത്. ഡോക്ടറിന് ഉണ്ണിയുടെ ബർത്ത്ഡേ ഒന്നും വരാൻ പറ്റിയില്ല, അപ്പോൾ അവർക്ക് വഴി അറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയി ഡോക്ടർ വീട്ടിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു. മാത്രമല്ല കേട്ടോ, ഡോക്ടറുടെ 2 കുട്ടികളും വൈഫും കൂടിയിട്ടാണ് വന്നത്. അങ്ങനെ അവർ വന്നു, കുറച്ച് നേരം ഇരുന്നു. ശിവന് കുറച്ച് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൊടുത്തിട്ട് ഇതേ ഡോക്ടർ പോവാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഞങ്ങളുടെ ഒരു എന്താ പറയുക ഇഷ്ടപ്പെട്ടൊരു ഡോക്ടർ എന്ന് തന്നെ പറയാം. ആൾ ഭയങ്കര ഒരു നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾക്ക് പറയാണ്ടിരിക്കാൻ വയ്യ. അങ്ങനെ ശിവുന് കുറച്ച് ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് കേട്ടോ ഡോക്ടർ വന്നത്. അപ്പോൾ ഫസ്റ്റ് ഗിഫ്റ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഇതിലിങ്ങനെ ഒരു ഡോളിൻ്റെ സെറ്റായിരുന്നു. അപ്പോൾ ശിവുന് ഇടയ്ക്കിടയ്ക്ക് മേടിച്ചു കൊടുക്കാറുണ്ട് ഈ ഡോളിൻ്റെ സെറ്റ്. അപ്പോൾ അവൾക്ക് ഭയങ്കര ഫേവറേറ്റാണ് അവളുടെ ഈ ഡോളിൻ്റെ സെറ്റ് മേടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ കുറേ ഡ്രസ്സും പിന്നെ മിറർ ഉണ്ടാവും, ചീർപ്പുണ്ടാവും, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടാവും. അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പെൺകുട്ടികളായ കാരണം പിന്നെ പറയണ്ടല്ലോ, അവർക്ക് എന്താ പറയുക എല്ലാത്തിനേക്കാളും കൂടുതൽ ഈ ഡോള് പിന്നെ അവരെ മേക്കപ്പ് ചെയ്യുക അങ്ങനത്തെ ഐറ്റംസിനോടാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ അവൾക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മേടിച്ചു കൊടുക്കാറുണ്ട്, അവൾക്ക് ഇഷ്ടമുള്ളത് കാരണം കൊണ്ട് തന്നെ. പിന്നെ വീട് മൊത്തം നിറഞ്ഞു. അപ്പോൾ അവൾക്കത് കണ്ടപ്പോൾ അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെ ആയപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോണത് നെക്സ്റ്റ് ഗിഫ്റ്റാണ് കേട്ടോ. അതെന്ന് വെച്ചാൽ ശിവുവിന് ഒരു ഫ്രോക്കാണ്, നല്ലൊരു കളർ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള നല്ലൊരു ഫ്രോക്കായിരുന്നു കേട്ടോ ശിവുവിന്. പിന്നെ ഒരു ഹെയർ ബാൻഡും കൂടി ഉണ്ട് കേട്ടോ. നിങ്ങൾ ശിവുവിൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കുക, അപ്പോൾ അവൾക്ക് മനസ്സിലാവും എന്തൊരു സന്തോഷം ഉണ്ടെന്ന്. അപ്പോൾ ആ ഡ്രസ്സ് അപ്പോൾ തന്നെ ഊരി ഇതേ അടുത്ത് വേഗം ഇട്ടു കേട്ടോ. അവൾക്ക് ഇതിട്ടിട്ട് നടക്കണം എന്ന് പറഞ്ഞിട്ട് ഇതേ ഇട്ടു. ആ ഡോളിനെയും കൈ പിടിച്ചിട്ടുള്ള നടത്താണ് പിന്നെ മൊത്തം. അത് ഒന്ന് ഊരി എടുക്കാൻ പറ്റ പാടെ എനിക്കറിയുള്ളൂ കേട്ടോ. പിന്നെ ഡോക്ടർ ശിവുവിന് ഹാപ്പി ബർത്ത്ഡേ ശിവുട്ടി എന്ന് പറഞ്ഞിട്ടൊരു കേക്ക്, നല്ലൊരു അടിപൊളി കേക്കായിരുന്നു കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ശിവുവിന് അത് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ കുട്ടി ശിവുവിൻ്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തു. ഞങ്ങൾക്കും ഭയങ്കര ഹാപ്പി കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോക്ടർ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ശിവുവിൻ്റെ ജീവൻ്റെ കാര്യത്തിൽ ഭയങ്കര ഒരു ഇതുണ്ടായേനെ. എനിക്കത് പറയാൻ പോലും താല്പര്യമില്ല. ആ ഡോക്ടർ ഒരാൾ കാരണം കൊണ്ട് മാത്രമാണ് നമ്മുടെ ശിവു ഇപ്പോൾ ആരോഗ്യത്തോട് കൂടിയിട്ട് ഇരിക്കണത്. അപ്പോൾ എനിക്ക് പറയുമ്പോഴും ഭയങ്കര സങ്കടമുണ്ട്. അപ്പോൾ എനിക്ക് പറയാൻ വയ്യ, ഞാൻ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി പറയണില്ല. നമ്മുടെ ശിവുവിന് ഇങ്ങനെ ഒരു ഇതൊന്നും വന്നല്ല. അപ്പോൾ ശിവുവിൻ്റെ ബർത്ത്ഡേ നന്നായി ആഘോഷിക്കണം എന്ന് പറഞ്ഞത് ഡോക്ടർ തന്നെയാണ്. അങ്ങനെ നമ്മൾ നല്ല രീതിക്ക് കേക്കൊക്കെ കട്ട് ചെയ്ത് ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഡയറ്റായ കാരണം വലിയ കാര്യമായിട്ടുള്ള ഫുഡൊന്നുമില്ല. അപ്പോൾ കുട്ടി ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. അത് കഴിഞ്ഞ് ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അമ്മയുടെ അവിടെ എന്താ പറയുക പൂരാണ് കേട്ടോ. അതായത് എൻ്റെ അമ്മയുടെ അല്ല, കുട്ടുവിൻ്റെ അമ്മയുടെ അവിടെ താമസിക്കുന്ന അവിടെ പൂരാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ എല്ലാവരും കൂടി ഫാമിലി ആയിട്ടൊന്ന് കൂടി ഭയങ്കര സന്തോഷമായി. എല്ലാവരും കൂടെ കൂടിയപ്പോൾ ഇങ്ങനെ കൂടാറൊന്നും ഇല്ല കേട്ടോ. എന്തെങ്കിലും പരിപാടി വരണം ഇങ്ങനെ കൂടണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തെ വീഡിയോസ് എല്ലാം കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്നില്ല, അത് കാരണം കൊണ്ടാണ്. ഇനി പരമാവധി കറക്റ്റായിട്ടൊന്ന് എടുക്കണം എന്നുണ്ട്. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമുക്ക് ഇനി അടുത്ത വ്ളോഗായിട്ട് കാണാം കേട്ടോ ഗൈസ്. ബൈ.